ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്നലെ നിഫ്റ്റി ഇൻട്രാഡേ ലോയിൽ നിന്ന് ശക്തമായൊരു റാലി രേഖപ്പെടുത്തി. എന്നാൽ ഇന്ന് ബീഴ്സ് മാർക്കറ്റിൽ ശക്തി പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എസ്പെഷ്യലി HDFC ബാങ്ക് ഇടിഞ്ഞത് കാരണം ബാങ്ക് നിഫ്റ്റി 700 പോയിന്റ്, അതുവഴി ഫിൻ നിഫ്റ്റി 400 പോയിന്റ്, നിഫ്റ്റി 200 പോയിന്റ്, സെൻസെക്സ് 700 പോയിന്റ് മിഡ് ക്യാപ്പിലും ഇടിവ് രേഖപ്പെടുത്തി. സെക്ടറിൽ IT മാത്രം പേരിനൊരു ഗ്രീനിൽ ക്ലോസ് ചെയ്തു, മറ്റുള്ള എല്ലാ സെക്ടറും റെഡിൽ ക്ലോസ് ചെയ്തു. ഫിനാൻഷ്യൽ നിഫ്റ്റിയാണ് ഏകദേശം ഒരു 2% അടുത്ത് ഇന്ന് ഫോൾ ആയിട്ടുള്ളത്. എത്തനോളിന്റെ വില വർദ്ധിപ്പിക്കുന്ന കാരണം ഷുഗർ സ്റ്റോക്കുകൾ ചെറിയൊരു ബൈയിങ് കണ്ടു. കൂടാതെ തന്നെ IPOയിൽ ഫസ്റ്റ് ക്രൈയും മറ്റൊരു ഇ കൊമേഴ്സ് കമ്പനി ഉണ്ടായിരുന്നു. രണ്ടിൻ്റെയും മികച്ച രീതിയിലുള്ളൊരു ലിസ്റ്റിംഗ് ഗെയിൻ നിക്ഷേപകർക്ക് ലഭിച്ചു. ഗ്ലോബൽ മാർക്കറ്റിൽ വലിയ പ്രശ്നങ്ങളില്ല ആസ് ഓഫ് നൗ. എന്നാൽ ന്യൂസുകളെല്ലാം വരുന്നത് നെഗറ്റീവായിട്ടാണ്. അതിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റി ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് മാർക്കറ്റ് ഇടിഞ്ഞു. 233 പോയിന്റ് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് ക്ലോസ് ചെയ്ത് 24,141 നിഫ്റ്റിയുടെ നിൽപ്പ്. ഇന്ന് ടൈറ്റാൻ, അപ്പോളോ, ഡോക്ടർ റെഡ്ഡി, ടാറ്റ കൺസ്യൂമർ, HCL ടെക് തുടങ്ങിയ കമ്പനീസ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റിയിൽ. എന്നാൽ BPCL 3.5%, HDFC ബാങ്ക് 3%-ന് മുകളിലും, ശ്രീറാം ഫിനാൻസ്, HDFC ലൈഫ്, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ കമ്പനീസ് ഫോളോ ആവാണ്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ബിറ്റ്കോയിൻ്റെ വാല്യൂ, ബിറ്റ്കോയിൻ നോക്കേണ്ട കാര്യമില്ല ആക്ച്വലി, കാരണം ബിറ്റ്കോയിൻ ഓൾമോസ്റ്റ് 24 അവർ ട്രേഡ് ചെയ്യുന്നുണ്ട്. എങ്കിലും ബിറ്റ്കോയിൻ ഇപ്പോൾ 59,000, ബ്രന്റ് ഓയിൽ 81, ഗോൾഡ് ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി. $2,470 ബിറ്റ്കോയിൻ ഗോൾഡ് ഉള്ളത്. ഓൾമോസ്റ്റ് 52 ഹൈയുടെ ഒക്കെ അടുത്താണ് ഇപ്പോൾ ബിറ്റ്കോയിൻ ഇപ്പോൾ നിൽക്കുന്നത്, ഗോൾഡ് നിൽക്കുന്നത്. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ അറ്റ്ലീസ്റ്റ് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വലിയൊരു ഫോൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഏഷ്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചറും ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് 2.7% ഒരു സ്പൈക്ക് ഉണ്ടായി 16. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ മിക്സ്ഡ് ആയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസിന് ശേഷം US മാർക്കറ്റ് മിക്സ്ഡ് ആയ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ഇന്ത്യയിൽ ഇന്നുണ്ടായിട്ടുള്ള ഇടിവ് ഗ്ലോബൽ ക്യൂസുകൾ അത്ര നല്ലതല്ല. ഇറാൻ, ഇസ്രായേൽ പ്രശ്നങ്ങൾ കുറച്ച് കനക്കുന്നുണ്ട്. വിമാന സർവീസുകളെല്ലാം തന്നെ കുറേയൊക്കെ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. പൗരന്മാരോട് ജാഗ്രത പുലർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ മധ്യസ്ഥ ചർച്ചകൾ ചൂടുപിടിക്കുന്നുണ്ട്. 15-ാം തീയതി ഒരു ചർച്ച ഉണ്ട്. തുർക്കി പ്രധാന മധ്യസ്ഥ ചർച്ചയിൽ മധ്യസ്ഥരായിട്ട് വരുന്നുണ്ട്. കൂടാതെ തന്നെ ഖത്തറിൽ വെച്ചാണ് മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ തിരിച്ചടിക്കുമോ എന്നുള്ള രീതിയിൽ ആളുകൾ, അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ്, അല്ലെങ്കിൽ ഗ്ലോബൽ സമൂഹം ചെറുതായിട്ട് ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ കാണുന്നുണ്ട്. എന്നാൽ പിന്നെ എന്തായാലും ഗ്ലോബൽ മാർക്കറ്റ് ഇടിയാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഗ്ലോബൽ മാർക്കറ്റ് പല റീസൺ കൊണ്ടും മൾട്ടിപ്പിൾ ടൈംസ് ഇടിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് അത്ര വലിയ രീതിയിലൊരു കറക്ഷൻ വന്നിട്ടില്ല. അപ്പോൾ ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുന്നതാവാം. ഹിൻഡൽബർഗ് ഇഷ്യൂസ് വലിയ തോതിലൊന്നും ഇന്ന് ചർച്ചയിലേക്ക് ഒന്നും വന്നില്ല. ആംഫി ഉൾപ്പെടെയുള്ള പല ഓൾ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള പല അസോസിയേഷനും ഈ ഒരു ഹിൻഡൽബർഗിൻ്റെ രണ്ടാമത് വന്നിട്ടുള്ളൊരു റിപ്പോർട്ടിനെല്ലാം തന്നെ ശക്തമായിട്ട് പ്രതിരോധം അല്ലെങ്കിൽ തള്ളിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം ഉള്ളത്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. മണപ്പുറം നെറ്റ് പ്രോഫിറ്റ് 11% ഉയർന്ന് 557 കോടി രൂപ കരസ്ഥമാക്കി. 498 കോടി രൂപയിൽ നിന്നാണ് പ്രോഫിറ്റ് ഉയർന്നത്. കൂടാതെ തന്നെ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആർവിനൽ കമ്പനി $220 മില്യൺ ഈ ഒരു MSCI ഇൻക്ലൂഷനിലേക്ക് ആർവിനൽ വന്നു. അത് പ്രകാരം കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. ഹൊനാസ കൺസ്യൂമർ കമ്പനി, ഗോൾഡ്മാൻ സാക്ക് എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ഏജൻസി ഈ ഒരു ഹൊനാസ കൺസ്യൂമറിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മാമ എർത്ത് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഹൊനാസ കൺസ്യൂമർ ഒരു പ്രൊമോട്ടേഴ്സാണ്. സംവദന മതേസൻ സുമി, അവർ ഓട്ടോ കമ്പോണൻ്റ് മാനുഫാക്ചറാണ്. നെറ്റ് പ്രോഫിറ്റ് 65% ഉയർന്നു. 994 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 29% ഉയർന്നു. ഇൻഡസ് ടവർ 2640 കോടി രൂപയുടെ ഷെയർ ബൈബാക്ക് ബുധനാഴ്ച തുടങ്ങും. ഓഗസ്റ്റ് 14-ാം തീയതി, അതായത് നാളെ ഓഗസ്റ്റ് 21-ാം തീയതി വരെ ഉണ്ടാവും. ഹിൻഡൽകോ, ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഹിൻഡൽകോ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഇന്ന് വന്നു. നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. 1471 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കി. ഫാക്ടിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഫാക്ടിൻ്റെ നെറ്റ് ലോസ് 49 കോടി രൂപ. റവന്യൂ
51% ഇടിഞ്ഞു. സ്റ്റോക്ക് ഇന്ന് 7% ഇടിഞ്ഞു. IRCTC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 33% ഉയർന്ന് 308 കോടി രൂപ. റവന്യൂ 11% വർധനവ്. ബജാജ് ഓട്ടോ കമ്പനി ഇവരുടെ പുതിയ ഒരു CNG മോട്ടോർ ബൈക്ക് ഉണ്ടായിരുന്നല്ലോ, ഫ്രീഡം 125. അപ്പോൾ അത് 20,000 യൂണിറ്റ് അവർ കപ്പാസിറ്റി ഉയർത്തുകയാണ്. മികച്ച രീതിയിലുള്ള പ്രതികരണം ഉണ്ട്. IPCL ലാബ് നെറ്റ് പ്രോഫിറ്റ് 18% ഉയർന്ന് 192 കോടി രൂപ കരസ്ഥമാക്കി. മുത്തൂറ്റ് നെറ്റ് പ്രോഫിറ്റ് 11% ഉയർന്ന് 1196 കോടി രൂപ കരസ്ഥമാക്കി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 22% ഉയർന്നു. NBCC കമ്പനി 77 കോടി രൂപയിൽ നിന്ന് 107 കോടി രൂപയിലേക്ക് അറ്റാദായം രേഖപ്പെടുത്തി. നൈക്ക കമ്പനി പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിളായി 13 കോടി രൂപ. റവന്യൂ 23% വർധനവ്. VST ട്രില്ലേഴ്സ് ആൻഡ് ട്രാക്കേഴ്സ് കമ്പനി 22 കോടി രൂപ പ്രോഫിറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈസി മൈ ട്രിപ്പ് കമ്പനി 26 കോടി രൂപയിൽ നിന്ന് 32 കോടി രൂപ പ്രോഫിറ്റ് കരസ്ഥമാക്കി. ദിലീപ് ബിൽഡ്കോൺ കമ്പനി 12 കോടി രൂപയിൽ നിന്ന് 120 കോടി രൂപ പ്രോഫിറ്റ് കരസ്ഥമാക്കി. ഐഷർ മോട്ടോഴ്സ് കമ്പനി ഇവിടെ പുതിയ ഒരു ക്ലാസിക് 350 പുതിയ അപ്ലിഫ്റ്റ് ചെയ്തിട്ട് കമ്പനി ലോഞ്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ന്യൂസ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് കൊച്ചിയിൽ നമ്മുടെ ഓഫീസിൽ ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും ഓൺലൈനായിട്ട് നമ്മൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഫീസും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ എടുക്കാം എന്നുള്ളതാണ്. ഇന്നലെ മൾട്ടിപ്പിൾ മിശ്രിതമായിട്ടുള്ള റെസ്പോൺസാണ് നമ്മളുടെ Q&A ന്യൂസിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് ലഭിച്ചത്. നിങ്ങൾക്ക് തന്നെ കാണാം കമൻറ്റിൽ. അപ്പോൾ അതായത് നമ്മുടെ ന്യൂസിൻ്റെ പ്രത്യേകത മാക്സിമം 10 മിനിറ്റിൽ താഴെയാണ് ന്യൂസ് ഉള്ളൂ. അപ്പോൾ ആളുകൾക്ക് സമയമില്ല, അത് കണ്ടങ്ങ് പോകുക എന്നുള്ളതാണ്. പെട്ടെന്ന് അത് കാര്യം അവസാനിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്, കഥകളൊന്നും പറയുന്നില്ല. അപ്പോൾ ആ രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ന്യൂസ് എന്നുള്ളതാണ് ഭൂരിഭാഗം പേരുകളും അഭിപ്രായപ്പെട്ടത്. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചു, വാട്സപ്പിൽ വിളിച്ചു. കാരണം പെട്ടെന്ന് അവർക്ക് ന്യൂസ് കിട്ടുന്ന ഒരു കാര്യമാണ്. ലെങ്തി ആകുമ്പോൾ കാണാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല എന്ന് അവർ സജക്റ്റ് ചെയ്തു, കുറേ ആൾക്കാർ അഡ്വൈസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, എന്നാൽ Q&A നമുക്ക് വേണം എന്നുള്ള മറുഭാഗമുണ്ട്. അങ്ങനെ Q&A വേണമെന്നുള്ള ആഗ്രഹമുള്ള ആളുകളുണ്ടല്ലോ, 2 വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു പോംവഴി കണ്ടെത്തി. ശനിയാഴ്ചയായിരിക്കും നമ്മുടെ Q&A ഉണ്ടാകുക. വെള്ളിയാഴ്ച ന്യൂസിൻ്റെ താഴെ നമ്മളൊരു ഫോം ഇടും, അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇടാം. ശനിയാഴ്ച നമ്മൾ Q&A ചെയ്യാം. അപ്പോൾ ശനിയാഴ്ച എല്ലാ വീഡിയോ Q&A സംശയ നിവാരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കും ആ ഒരു സമയം. അപ്പോൾ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ന്യൂസിന് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും, അതിൽ പോസ്റ്റ് ചെയ്യാം. ശനിയാഴ്ച ദിവസം അതിൻ്റെ മറുപടി. ഒറ്റ ദിവസത്തെ കാത്തിരിപ്പേ ഉള്ളൂ. അപ്പോൾ പരമാവധി സംശയങ്ങൾ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ ശനിയാഴ്ചയുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും ആളുകൾക്ക് പ്രശ്നമില്ല. കാരണം ശനിയാഴ്ച ന്യൂസ് അല്ല ഉള്ളത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ വിഭാഗം ആളുകളുടെയും താല്പര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് പോകാം. അപ്പോൾ വിശദമായിട്ട് പ്രീ മാർക്കറ്റായിട്ട് നാളെ രാവിലെ 7:00 എത്താം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.